ഗ്രാമമുണ്ടായിരുന്നു. കൃഷ്ണപുരത്തിന്റെ തെക്കേ അതിർത്തിയിലൂടെ ഒരു മനോഹരമായ നദി ഒഴുകിയിരുന്നു. നദീതീരത്തുള്ള കാട്ടിൽ മാൻ, മുയൽ, സിംഹം, കടുവ ഇങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാട്ടിലാണ് സുന്ദരിയായ അമ്മുമുയലും അവളെ അമ്മയും താമസിച്ചിരുന്നത്. മറ്റു മുയൽ കുഞ്ഞുങ്ങൾ പൊത്തിലടിച്ച് കളിക്കുമ്പോൾ അമ്മുമുയൽ ആ കാട്ടിലൂടെ കറങ്ങി നടന്നു. അപ്പോൾ അവളൊരു മാനിനെ കണ്ടു. എന്ത് വേഗത്തിലാണെന്നോ മാനോടുന്നത്. അമ്മുമുയൽ മാനിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നമസ്കാരം ചേട്ടാ, ചേട്ടൻ എന്ത് വേഗത്തിലാണെന്ന് ഓടുന്നത്? ഇത്രയും വേഗത്തിലോടാൻ മറ്റാർക്കും കഴിയില്ല. അമ്മുമുയലിന്റെ അഭിനന്ദനം മാനിന് വളരെ ഇഷ്ടമായി. അവർ രണ്ടുപേരും കൂട്ടുകാരായി. അമ്മുമുയൽ മാനോട് ചോദിച്ചു, ചേട്ടാ ചേട്ടാ, എന്നെയും ഇങ്ങനെ ഓടാൻ പഠിപ്പിച്ചു തരാമോ? ഓ, അതിനെന്താ, പഠിപ്പിച്ചു തരാമല്ലോ, മാൻ ഉത്സാഹത്തോടെ പറഞ്ഞു. മാൻ അമ്മുവിനെ ഓടാൻ പഠിപ്പിച്ചു. ഇതറിഞ്ഞ കൂട്ടുകാർ അവളെ കളിയാക്കി. എന്തിനാ കളിയാക്കുന്നത്? എല്ലാവരെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. കൂട്ടുകാർ കളിയാക്കിയത് കാര്യമാക്കാതെ അവൾ പിറ്റേ ദിവസം യാത്രയായി. ഈ തവണ കണ്ടുമുട്ടിയത് ഒരു തവളനെ ആയിരുന്നു. തവള കുളത്തിൽ ചാടി ചാടി കളിക്കുന്നത് കണ്ട് അമ്മ വിളിച്ചു പറഞ്ഞു, ഏയ് ചങ്ങാതി, നിങ്ങളെപ്പോലൊരു അഭ്യാസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കേട്ട തവള സന്തോഷത്തോടെ അമ്മുവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് തൻ്റെ വീര കഥകൾ പറയാൻ തുടങ്ങി. പാമ്പുകളെ പറ്റിച്ചു പോയത്, മുങ്ങാൻ പോയിട്ട്, ഇങ്ങനെ ഒരുപാട്. ഇതെല്ലാം കേട്ട അമ്മ ചോദിച്ചു, എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം? തവള സന്തോഷത്തോടെ സമ്മതിച്ചു. പിന്നീട് അവൾ നല്ല ചാട്ടക്കാരിയായി മാറി. പിന്നീട് അവൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേടൻ ആ കാട്ടിലെത്തി. അയാൾ അമ്മുവും കൂട്ടരും താമസിക്കുന്ന മാളത്തിന്റെ അടുത്തെത്തി. മുയലുകൾ പേടിച്ചു വിറച്ചു. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അമ്മ ചിന്തിച്ചു. അമ്മു ആ വേടന്റെ മുന്നിൽ ഞൊണ്ടി നടന്നു. ഇത് കണ്ട വേടൻ വിചാരിച്ചു, ഓടാൻ കഴിയാത്ത മുയലിനെ വേഗം പിടിക്കാം. വേടൻ അടുത്തെത്തി. അമ്മു കുതിച്ചു പാഞ്ഞു. വേടൻ പുറകെ ഓടി. മാനിന്റെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന മുയലിനെ പിടിക്കാനുള്ള വേടൻ കഴിയുന്നു. അങ്ങനെ ഓടി ഒരു വലിയ കുളത്തിന് അടുത്തെത്തി. അമ്മു അതിലേക്ക് എടുത്ത് ചാടി. വേടൻ പുറകെ ചാടി. അമ്മു ആ മരിലകളിൽ മേലെ ചാടി കരയിലേക്ക് പോയിരുന്നു. ഈ സമയം കൊണ്ട് തവളകളും മീനുകളും അയാളെ കടിച്ച് ശരിയാക്കി. അയാൾ ജീവനും കൊണ്ടോടി. പിന്നെ ആയിക്ക് വന്നിട്ടേയില്ല. എല്ലാവരും രക്ഷിച്ച അമ്മുവിനെ കൂട്ടുകാർ അവരുടെ നേതാവാക്കി. പിന്നീട് ഓരോന്ന് പഠിച്ചും തനിക്കറിയാവുന്നത് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തും അവൾ കാട്ടിലൂടെ കറങ്ങി നടന്നു. കൂട്ടുകാരെ, ഒരറിവും ചെറുതല്ല. അമ്മുവിനെ പോലെ മറ്റുള്ളവരെ ഇന്നും നമുക്കും എന്തെല്ലാം പഠിക്കാനിരിക്കുന്നു. തീർച്ചയായും. നന്ദി, നമസ്കാരം.